വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വിഷു ആണ്. ഇസ്കോൺ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്. അപ്പൊ നമ്മള് ബാക്കി എല്ലാ ടീംസായിട്ട് മലയാളീസ് എല്ലാം ഉണ്ട്. അപ്പൊ അവരെല്ലാരുമായിട്ട് നമ്മള് ഇസ്കോൺ ടെമ്പിളിൽ പോണ ഇതാണ് നമ്മള് കാണാൻ പോകുന്നത്. ആ ദൂരത്തിൽ മാറി നിൽക്കുന്നതാണ് ശിവത, അപ്പുറത്ത് ഹക്കിൻ. അത് നമ്മൾ എപ്പോഴും വ്ളോഗിൽ വരുന്ന ടീമാണ്. ഏകദേശം ശ്വേത ഇവളെ അറിയാം, അഭിനയ അത് മേച്ചി ഈ സാധനത്തിനാണ് എന്ത് പാടാന്നറിയോ വ്ളോഗിൽ വരാൻ പറയുമ്പോ ഭയങ്കര പാടാണ്. ഇതിനെ പിന്നെ അറിയാം, എപ്പോഴും നമ്മളിവിടെ കാണും. ജീന, അരതി, ഇത് ശിവത, ഇവളെല്ലാം അറിയാം. അപ്പൊ നമ്മളെല്ലാം ഇന്ന് വിഷുവിന് അമ്പലത്തില് കണിയൊക്കെ റെഡിയാക്കി പോകുന്ന കാഴ്ച. ഇതാണ് ഇന്നത്തെ കണി. നമ്മൾ രാവിലെ ഇവിടെ കണിയൊക്കെ ഒരുക്കും, പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ചെറിയ ഹോളിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിന്റെ മുമ്പിലാണ്, അതുകൊണ്ട് അവിടെയാണ് ഹോളി നടക്കുന്നത്. ഇപ്പൊ കിളിപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റല്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ നമ്പർ 4. അപ്പൊ നമ്മൾ നൈസായിട്ട് ഡിസ്കൗണ്ടിലോട്ട് പോകണം. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. യെസ്, നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറിക്കാം അങ്ങോട്ട്. ഇവർക്കൊക്കെ ഭയങ്കര നാണമാണ് കേസ് വീഡിയോയിൽ വരാൻ വേണ്ടി. ഇത് പിന്നെ ചേച്ചി നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ടാക്സി വന്നതിൻ്റെ ധൃതിയിൽ പോണതാണ്. ടാക്സി വന്നിട്ടുണ്ട്. നൈസായിട്ട് കയറാൻ പോവാണ്. സ്ഥലം മാറിപ്പോയി ഗൈസ്. എപ്പോഴും ബാക്കി പോ. ടാക്സി കയറിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഈ 100 രൂപ എക്സ്ട്രാ മേടിച്ചിരിക്കുകയാണ്. ഒരു വണ്ടിയിൽ 4 പേരെ കേട്ടത്തുള്ളൂ. ഇവിടെ 4 പേര് യഥാർത്ഥത്തിൽ ഒരു ടാക്സിലാലോ. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങള് 10 പേരാണ് പോകണം. അപ്പൊ ഞങ്ങൾ 2 പേര് അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ടാക്സിയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് അവിടെ വരെ പോകാൻ ഏകദേശം 300 രൂപ വരും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരാൾ ഉടായ്പ എടുത്ത് കിട്ടും. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അറിയാം ഒരാളെ വെളി ഇറങ്ങി പോവാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കഷ്ടമുണ്ട്, ഇത്തിരി ക്ഷമിക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പൈസ തരുവാണെങ്കിൽ ഞാൻ അയക്കാം. അതും പറയൂല്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ പൈസ തരാന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എത്രയാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 100 രൂപ. ഇനിയിപ്പോ കാര്യ കാര്യം അടിച്ച് 50 രൂപ വെക്കണം. നമ്മളൊന്ന് നൈസായിട്ട് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് നോക്കാം. എന്തിന് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ? അവിടെ എന്തിനാ പോണെ? അത് ഫുഡ് കിട്ടാതെ ഫുഡ് കഴിക്കാനല്ലേ മെയിൻ ആയിട്ട് പോണേ. വെജ് ബിരിയാണി ആണോ? വെജ് ബിരിയാണി ഉണ്ടെന്ന് പറയുന്നത് അവിടെ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വീടുകള്. അതുകൊണ്ട് ആ കാണുന്നതൊക്കെ 2 സൈഡിലും ഉണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന മാമൻ കുറെ നേരം കൊണ്ട് നമ്മളെ നോക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്താണോ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് പോവാ പിടിച്ചു വയ്യാണ്ടിരിക്കുക പാവം. റോഡ് തീർന്നല്ലോ. മാമൻ എവിടാണാവോ പോണെ? ഇനി ഇതിന്റെ അകത്താണോ ഇസ്കോൺ? നമ്മൾ ഇറങ്ങാണ്. ഇതാണെന്ന് തോന്നുന്നു ഇവിടത്തെ അമ്പലം. ഏത് വരുന്നേ? ബാക്കിയുള്ള ടീംസ് വരും ഗൈസ്. നമ്മളിപ്പോ 5 പേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ആകാശം കാണാൻ അടിപൊളി. നല്ല ഒരു മറ്റേ ഗ്രാമപ്രദേശം. ഭയങ്കര വെയില് ഗൈസ്. സൺഡേ ആകാശം നോക്ക്. ഇത് കണ്ടു ആ രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ സ്ഥലത്തോട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. മറ്റേ പറമ്പിലൊക്കെ മറ്റേ പശുവിനെയൊക്കെ പോച്ച തിന്നാൻ കൊണ്ടിരുത്തില്ല, അതേപോലെ ഉണ്ട് നീ അവിടെ നിന്നിട്ട്. ഈ വന്നോണ്ടിരിക്കുന്നതാണ് അവരെന്നാണ് തോന്നുന്നത്. എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇതിന്റെ അകത്താണ് അമ്പലം. എന്തിനാ കിച്ചണിലോട്ട്
റഷ്യൻ സ്വാമി നിൽക്കുന്നു ഗൈസ്. എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. ഇതിന്റെ ഉള്ളിലാണ് അമ്പലം. ഗൈസ് ഗൈസ് അപ്പത്തെ ഇതാണ് അമ്പലം. മുട്ടൂത്തി പ്രാർത്ഥിക്കുന്ന എന്തിനാ? പള്ളിയുണ്ട് ഗൈസ്. ഇവിടെ വേറൊരു ദൈവത്തിന്റെ പ്രതിഷ്ഠ ഉണ്ട്. ഇതായിരിക്കുന്നത്. ഇതാണ് ഇവിടത്തെ ദൈവം, കിളി ദൈവം. പറ. ആക്ടിങ് ആണോ? വീഡിയോ എന്താ ജോലി? എപ്പോഴാ നമ്മളെ ഇറക്കി വിടുന്ന അറിയാൻ വയ്യ. വിടുന്നു ഇവിടെ കിടന്ന് വെള്ളം വെച്ച് മേച്ചേച്ചിയ ചുമ്മാ എന്നെ പോസ് ചെയ്ത് അങ്ങ് മരിക്കുവാണ്. പിന്നെ പ്രാർത്ഥന ഗൈസ്, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇതാണ് ദൈവം. വിഷുവായിട്ട് കൃഷ്ണനെ കണ്ടില്ല എന്ന് വേണ്ട, എല്ലാരും കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മള് വിശന്നൊരു പരുവായിട്ടുണ്ട്. കിളി അയ്യോ അയ്യോ. സൈക്കിൾ വരുമെന്ന് ചോദിച്ചാലോ? അത് അരത്തില്ല കൈസ്. അവന്റെ ഡേർട്ട് ബൈക്കാണ് പോലും. പൊക്കോ പൊക്കോ പക്ക പക്ക. ആകെ ഇരുട്ട് ചെക്കൻ ചവിട്ടിക്കൊണ്ട് പോണോക്കാണ് കൈസ്. ഓടി തള്ളി കൈസ്. മാമൻ അപ്പുറത്താ നിർത്തിയത്. അങ്ങോട്ട് പോയപ്പോ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ 5 പേര് വണ്ടി കയറാൻ വന്നപ്പോ ഈ മാമനാണെങ്കിൽ കയറ്റിയില്ല. പറ്റത്തില്ല, പോലീസ് സീനാക്കോന്ന് പറഞ്ഞ് കയറ്റിയില്ല കൈസ്. പാവം നമ്മുടെ കിളീനെ ഇറക്കി വിടേണ്ടി വന്ന്. ബാക്കിൽ ഇത്രയും പേരേ ഉള്ളൂ. ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ? പാവം കിളിയാ അതിന്റെ വട്ടത്തിൽ ഇറക്കി വിട്ടത്. ഒരു പാട്ടിട്ട് കൊടുക്കല്ലേ? എന്താണ് വേണ്ടേ? ഫുഡാ? പണി തന്നു ഹോളി കഴിഞ്ഞതോടുകൂടി നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് ഇവിടുന്ന് തെറിക്കാൻ നൈസായിട്ട് പരിപാടി കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു പരിപാടി. ഇപ്പൊ നമ്മൾ രാവിലെ ഇസ്കോൺ പോയി, പിന്നെ ഹോളി ഇവിടെ സെലിബ്രേറ്റ് ചെയ്തു, ഫുഡ് കിട്ടി. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ. വിഷു വ്ലോഗ്. പാവം ഇതും കൂടെ ബ്ലോഗിന്റെ അകത്ത് വൈൻഡപ്പ് ചെയ്യാൻ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഊട്ടിയിലല്ലേ ഇവള് ഫുഡ് മേടിക്കാൻ അതിന്റെ ഇടയിൽ പോയി നിന്നിട്ടാണ്. ഓക്കെ ബൈ.